പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വാർത്തയായിരുന്നു 200-ലധികം AI കരാർ തൊഴിലാളികളെ ഗൂഗിൾ പിരിച്ചുവിട്ടു എന്നത്. ഗൂഗിൾ ജെമിനി AI അവലോകനങ്ങൾ ഉൾപ്പെടെയുള്ള AI ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ഔട്ട്സോഴ്സിംഗ് സ്ഥാപനമായ ഗ്ലോബൽ ലോജിക് വഴി ഗൂഗിളിൽ ജോലി ചെയ്തിരുന്ന ഇവർ മെച്ചപ്പെട്ട വേതനവും തൊഴിൽ സുരക്ഷയും ആവശ്യപ്പെട്ടതിനാണ് അവരെ പിരിച്ചുവിട്ടത് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. മറ്റൊരു വാർത്ത, ഒറാക്കിൾ എന്ന സോഫ്റ്റ്വെയർ സ്ഥാപനം ഇന്ത്യയിൽ 100-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ട് എന്നതാണ്. ചെലവ് ചുരുക്കലിൻ്റെയും AI ബന്ധപ്പെട്ട ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒറാക്കിൾ ഇത്ര പേര് പിരിച്ചുവിട്ടത്. ബീഹാറിലെ പാട്നയിൽ ഭൂപരിഷ്കരണ വകുപ്പിലെ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടത് മറ്റൊരു വാർത്തയാണ്. അതുപോലെ തന്നെ ഇൻഫോസിസ് 2025 ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 350 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഈ പിരിച്ചുവിടലിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ചെലവ് ചുരുക്കലും മറ്റു കാരണങ്ങളുമാണ്. ഇന്നത്തെ വചനഭാഗത്ത് മറ്റൊരു പിരിച്ചുവിടൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കാരണം ചെലവ് ചുരുക്കലല്ല, മറിച്ച് അവിശ്വസ്തതയാണ്. തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് അവിശ്വസ്തനായിട്ടുള്ള ഒരു കാര്യസ്ഥനെ. യേശു പറഞ്ഞ ഉപമകളിൽ വെച്ചിട്ട് അതിനർത്ഥം മനസ്സിലാക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഉപമയാണത്. ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്കും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയ്ക്കും ഇടയിലാണ് അവിശ്വസ്തനായിട്ടുള്ള കാര്യസ്ഥൻ്റെ ഈ ഉപമ പ്രത്യക്ഷപ്പെടുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദർക്ക് ഇടയിലും വിജാതിയർക്ക് ഇടയിലും പൊതുവെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനമാണ് കാര്യസ്ഥൻ. ഒരു വലിയ ഭവനത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഔദ്യോഗിക വ്യക്തിയാണ് കാര്യസ്ഥൻ. അയാൾ യജമാനൻ്റെ ഭക്ഷണമേശയിലെ മേൽനോട്ടക്കാരനാണ്, വീട്ടിലെ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുന്ന ആളാണ്, യജമാനു വേണ്ടിയിട്ട് വീട്ടുജോലികൾ നിയന്ത്രിക്കുന്നയാൾ, എന്നിങ്ങനെ പല ഉത്തരവാദിത്വങ്ങളും ഈ കാര്യസ്ഥനുണ്ട്. പുതിയ നിയമത്തിലും കാര്യസ്ഥന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതുന്ന ലേഖനത്തിൽ മെത്രാന്മാരെ ദൈവിക കാര്യങ്ങളിലെ കാര്യസ്ഥന്മാരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. തീത്തോസ് 1:7 നമ്മൾ വായിക്കുന്നു, മെത്രാൻ ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം. കാര്യസ്ഥൻ എന്നതുകൊണ്ട് ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മാനേജർ എന്ന് പറയാം. എല്ലാവിധ ചുമതലകളും അധികാരങ്ങളും അയാൾക്കുണ്ടായിരിക്കും. ഇപ്രകാരം ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള കാര്യസ്ഥനാണ് നീതിരഹിതനായിട്ട് പ്രവർത്തിച്ചത്. നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കാതെ യജമാനൻ ഏൽപ്പിച്ച ധനം അവിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് യജമാനൻ അദ്ദേഹത്തെ കാര്യസ്ഥത സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ലൂക്ക 16:1 മുതൽ 2 വരെയുള്ള വചനത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യായം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കുവാനായിട്ട് പാടില്ല. തുടർന്ന് നമ്മൾ കാണുക നീതിരഹിതനായ അവിശ്വസ്തനായിട്ടുള്ള കാര്യസ്ഥൻ്റെ കുതന്ത്രങ്ങളാണ്, കൗശലപൂർവമായിട്ടുള്ള വഞ്ചനപരമായിട്ടുള്ള പ്രവൃത്തികളാണ്. വീണ്ടും നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്ന ലൂക്ക 16:3 മുതൽ 6 വരെയുള്ള വചനത്തിൽ ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു. യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്നും എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്നും കടം വാങ്ങിയവർ ഓരോരുത്തരെയും അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കുവാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിൻ്റെ പ്രമാണം എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അങ്ങനെ നീതിരഹിതനായ അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ കൗശലപൂർവമായിട്ടുള്ള പ്രവൃത്തികൾ ഇവിടെ വ്യക്തമാണ്. യജമാനൻ കാര്യസ്ഥത എടുത്തു കളയുമ്പോൾ ആളുകൾ കാര്യസ്ഥനെ അവരുടെ വീടുകളിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അവിശ്വസ്തനായിട്ടുള്ള കാര്യസ്ഥൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. തുടർന്ന് നമ്മൾ കാണുക അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ കൗശലപൂർവമായിട്ടുള്ള പ്രവൃത്തികളെ പ്രകീർത്തിക്കുന്ന യജമാനനെയാണ്.
ലൂക്ക 16:8 നമ്മൾ വായിക്കുന്നു, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായിട്ടുള്ള കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ആദ്യമായി കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആശയക്കുഴപ്പം തോന്നിയേക്കാം. അനീതിയായി പെരുമാറിയ ആ ഭൃത്യനെ യേശു പ്രശംസിക്കുന്നുവെന്ന് ധരിച്ചേക്കാം. പക്ഷേ യേശുവിൻ്റെ ഉദ്ദേശം അനീതിയെ പ്രശംസിക്കലല്ല, മറിച്ച് ബുദ്ധിയും വിവേകവും കരുതലുമുള്ള ജീവിത മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ്. ലോകത്തിൻ്റെ മക്കൾ അഥവാ ഇരുട്ടിൻ്റെ മക്കൾ എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കുന്നത് വിശ്വാസത്തിൻ്റെ വരമില്ലാത്ത ആളുകളെയാണ്. ജീവിതത്തിൻ്റെ ഭൗതിക അഭിവൃദ്ധി മാത്രം കൈവരിക്കുന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ യേശു ആഗ്രഹിക്കുന്നത് തൻ്റെ അനുയായികൾ, ശിഷ്യന്മാർ വെളിച്ചത്തിൻ്റെ മക്കളാകണമെന്നാണ്. അതായത് ഈശോയാകുന്ന വെളിച്ചത്താൽ, ഈശോയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്താൽ തങ്ങളെ തന്നെ നയിക്കുവാൻ കഴിയുന്ന വ്യക്തികളായി മാറുന്നതാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത്. സുവിശേഷ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിതം നയിക്കുന്ന വെളിച്ചത്തിൻ്റെ മക്കളാവുക എന്നതാണ് ഈശോ ഇവിടെ ആവശ്യപ്പെടുന്നത്. മറ്റൊരു വേളയിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. മത്തായി 10:16 ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ. വീണ്ടും ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ വേണ്ടത് ബുദ്ധിയും വിവേകവും നിഷ്കളങ്കതയും കരുതലുമാണ്. പക്ഷേ നീതിരഹിതനായിട്ടുള്ള കാര്യസ്ഥൻ ഉണ്ടായിരുന്നത് കുബുദ്ധിയും കൗശലവും കളങ്കവുമാണ്. ആയതിനാൽ ആ കാര്യസ്ഥനെ അതേപോലെ തന്നെ അനുകരിക്കരുതെന്നാണ് വചനം നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം. മറിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ വളർത്തുക എന്നതാണ്. ഈ ഉപമയിൽ നിന്നും നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളമെന്നാണ് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? മറ്റൊന്നുമല്ല, ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുക. വിശ്വാസമില്ലാത്ത ആളുകൾ സമ്പത്ത് സമ്പാദിക്കുവാൻ പരിശ്രമിക്കുന്നത് പോലെ നമ്മളും പരിശ്രമിക്കണം ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ. കാരണം ഭൂമിയിലെ ഏറ്റവും വിലയേറിയ നിധിയേക്കാൾ വളരെ വലിയ നിധിയാണ് സ്വർഗം. അതിനായിട്ട് വിശ്വസ്തരായിട്ടുള്ള കാര്യസ്ഥന്മാരായിട്ട് നമ്മൾ മാറണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ 100% വിശ്വസ്തത പാലിക്കുക. ഓർക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനന്മാരല്ല നമ്മൾ, മറിച്ച് വെറും കാര്യസ്ഥന്മാർ മാത്രമാണ്. ആയതിനാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ഇവയോട് പരിപൂർണമായിട്ടുള്ള വിശ്വസ്ത പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. ഒപ്പം നമുക്ക് നൽകിയിരിക്കുന്ന സമയം, കഴിവുകൾ, ആരോഗ്യം ഇവയെല്ലാം ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ 100% വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ദൈവം നമ്മളെയും ഫയർ ചെയ്യും, നമ്മളെയും പുറത്താക്കും. ഈ വിശ്വസ്തതയാകട്ടെ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, കൊച്ചു കാര്യങ്ങൾ നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുകൂടി വചനം നമ്മളോട് പറയുന്നു. ലൂക്ക 16:10 നമ്മൾ വായിക്കുന്നു, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. മൺമറിഞ്ഞു പോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ 3ാമത്തെ അപ്പോസ്തലിക പ്രബോധനമാണ് ഗൗതാത്തെ എത് എക്സുൽത്താത്തെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുക. ഈ പ്രബോധനത്തിലൂടെ ദൈവം നമ്മളെ എല്ലാവരും വിളിച്ചിരിക്കുന്നത് വിശുദ്ധരാകുവാനാണ് എന്ന് പാപ്പ പറഞ്ഞു വെക്കുന്നു. വിശുദ്ധരാകുവാനുള്ള വെളിയിൽ ഫ്രാൻസിസ് പാപ്പ മുന്നോട്ട് വയ്ക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് നമ്മൾ ഇന്ന് വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന അതേ മാർഗമാണ്. നമ്മുടെ ജീവിത അവസ്ഥയോട്, കടമകളോട് 100% വിശ്വസ്തത പുലർത്തുക എന്നത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ 100% വിശ്വസ്തയോടുകൂടി വ്യാപരിക്കുക. അങ്ങനെ വിശുദ്ധരാകുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നത്, നമ്മൾ എല്ലാവരും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം, കാര്യസ്ഥതയുടെ പുസ്തകം, കണക്ക് പുസ്തകം ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വാക്കുകളാണിവ. പുറപ്പെടുവാൻ സമയമായി. മരണത്തിന് തൊട്ട് മുൻപ് വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞ വാക്കുകളാണിത്. തൻ്റെ നാഥൻ്റെ മുൻപിൽ ജീവിതത്തിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് പുസ്തകം ബോധിപ്പിക്കേണ്ടി വരും. അതാണ് പുറപ്പെടുവാൻ സമയമായി എന്നതുകൊണ്ട് ഇവിടെ വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളും ഇപ്രകാരം ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം, കാര്യസ്ഥതയുടെ കണക്ക് പുസ്തകം ഒരിക്കലും ബോധിപ്പിക്കേണ്ടി വരും. അന്ന് നമുക്ക് കൃപയായിട്ട് മാറുക നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വസ്തത മാത്രമാണ്. മൂന്നാമതായിട്ട് ഈശോ നമുക്ക് നൽകുന്ന ഗുണപാഠം,
ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാനായിട്ട് സാധിക്കില്ല എന്നതാണ്. ലൂക്ക 16:13 നമ്മൾ വായിക്കുന്നത് ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സക്കേവൂസ് എന്ന ചുങ്കക്കാരൻ. ക്രിസ്തുവിനെ അധികമായിട്ട് സ്നേഹിക്കുവാൻ സ്വയം പാപ്പരായി. ഫലമോ സക്കേവൂസിൻ്റെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടു. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് ഈശോയെ അധികമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഉടുതുണി പോലും ഉപേക്ഷിച്ചു. ഫലമോ സ്വർഗീയ വസ്ത്രങ്ങളാൽ ഇന്ന് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നു. പാപിനിയായ സ്ത്രീ ഈശോയെ അധികമായിട്ട് സ്നേഹിക്കുവാൻ തൻ്റെ സർവ്വ സമ്പത്തും വിനിയോഗിച്ച് സുഗന്ധ തൈലം വാങ്ങി ഈശോയുടെ കാൽപാദങ്ങളിൽ പൂശുവാൻ. ഫലമോ അവൾ എന്നും സുവിശേഷം വായിക്കുന്നിടത്തെല്ലാം സ്മരിക്കപ്പെടുന്നു. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ക്രിസ്തു വചനങ്ങൾ 100% ശരിയാണെന്ന് തെളിയിക്കുന്ന ജീവിതങ്ങളായിരുന്നു സക്കേവൂസിൻ്റെയും അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും പാപിനിയായിട്ടുള്ള സ്ത്രീയുടെ. അങ്ങനെ അവരെ പോലെ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ അധികമായിട്ട് സ്നേഹിക്കുവാൻ വചനം നമ്മളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവത്തെ സ്നേഹിക്കാതെ ധനത്തെ മാത്രം സ്നേഹിച്ച ധനവാന്മാരുടെ അനീതി നിറഞ്ഞ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ദൈവ തിരുമുമ്പിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ആമോസ് പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരായിട്ടുള്ള കാര്യസ്ഥന്മാരാകുവാൻ, ജീവിതത്തിൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് പുസ്തകം ബോധിപ്പിക്കുവാനായിട്ട് തയ്യാറാകുവാൻ, എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ അധികമായിട്ട് സ്നേഹിക്കുവാൻ. ഓർക്കാം, ആ ഉദ്യമത്തിൽ വിൽ യു ബി ഫയർഡ് ഓർ വിൽ യു ബി ഹയേർഡ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.